ഗായ്സ് വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ ഗുവാഹത്തി എത്തിട്ടോ. കൊൽക്കത്തയിൽ നിന്നല്ല യാത്ര ചോദിച്ചപ്പോൾ ഗുവാഹത്തി എത്തി. എൻ്റെ 18ാമത്തെ സംസ്ഥാനമാണ് ആസാം കേട്ടോ. ഗുവാഹത്തിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കേട്ടോ. ഈ നോർത്ത് ഈസ്റ്റിൽ കടക്കാനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ഗുവാഹത്തി. അതായത് ഈ നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ്, ത്രിപുര, മണിപ്പൂര അതിനെല്ലാം ഇവിടെ വന്നിട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള റോഡായിരുന്നു കേട്ടോ. വരുന്ന വഴി മൊത്തം ഈ തേയിലത്തോട്ടം, അതുപോലെ നെൽപ്പാടങ്ങൾ, പിന്നെ ബ്രഹ്മപുത്ര നദി. ഒരു രക്ഷയിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഉറങ്ങി എണീറ്റ് പാട് കണ്ട കാഴ്ച കേട്ടോ. മഞ്ഞിൽ മൂടി കിടക്കുന്ന പഞ്ചരത്ന പാലം, ഇടയ്ക്കിടെ കാണുന്ന തേയിലത്തോട്ടങ്ങൾ. ഈ കാണുന്നത് ആസാമിലെ പ്രത്യേകതരം ട്രഡീഷണൽ സോങ്സ് ആട്ടോ. ആസാമിലോട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അടിപൊളിയായിരുന്നു. ഈ അമ്മൂമ്മയായിരുന്നു ആ ബോഗിയിലെ താരം. ഗുവാഹത്തി എത്തിട്ടോ. എൻ്റെ 18ാമത് സംസ്ഥാനം ആസാം കറങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഡിസംബർ 10 നാഗാലാൻഡ് എത്തണം. സോ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് പോകാന്നുള്ള പ്ലാനില്ല. ഇന്നൊരു 2:30 ട്രെയിൻ ഉണ്ട്, ഒരു ദിമാപൂർ എക്സ്പ്രസ്. അതിൽ കയറി പോകാന്നുള്ള പ്ലാനില്ല. ഈ കാണുന്നതാണ് ആസാമിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ്. Without a stone, talk to throw a bone. For a while, sleeping like a thing. വീണ്ടും ഒരു ട്രെയിൻ യാത്രയോടെ ആരംഭിക്കാൻ പോകട്ടോ. നമ്മുടെ ഗുവാഹത്തി ടു ദിമാപൂർ ടിക്കറ്റ് എടുത്തു. 95 രൂപയായി. അതൊരു 4 hours ജേർണി ഉണ്ടാവും. 2:30 വിട്ടു വെച്ചാൽ ഒരു 6:37 ആകുമ്പോൾ അവിടെ റീച്ച് ആവും. ഇനി യാത്ര ഒറ്റയ്ക്കല്ല കേട്ടോ, ഒരുത്തും കൂടെ ജോയിൻ ചെയ്യും ഇന്ന് മുതൽ. ഞാൻ കണ്ടിട്ടില്ല, ഒരു ട്രാവൽ ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ടതാ. ഈ വരുന്നതാണ് ഷാമേൽ അബൂബക്കർ. നേരിട്ട് കണ്ട് പരിചയമില്ല, നമ്മുടെ ട്രാവൽ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ കൂട്ടുകാരനാണ്. ഇനി യാത്രയ്ക്ക് ഓനോ ഉണ്ടാവും എൻ്റെ കൂടെ. This I always try to fit in. When they consume my head, I hate this feeling. I wanna be a paragon, not a villain. I hate the city, but I stay for you. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു, നാഗാലാൻഡ് എക്സ്പ്രസ്. വലിയ തിരക്കൊന്നുമില്ല, സീറ്റ് കിട്ടി, ബാഗ് അകത്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു 4 hours ജേർണി ഉണ്ട്, 2:30 മുതൽ 6:30, 7 o'clock വരെ. നല്ല റോഡാണ് പോകുന്ന വഴി, എല്ലാവരും പറഞ്ഞതാണ്. സോ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. നമ്മുടെ ലക്ഷ്യസ്ഥാനം കേട്ടോ ഈ നാഗാലാൻഡ്. ഇതാട്ടെ നമ്മുടെ ട്രെയിന്. നമുക്ക് ഈ കോച്ചിലാണ് സീറ്റ് കിട്ടിയ. ആകെ ഈ 2 ബെർത്തേ ഉള്ളൂ. ഇതോടെ കഴിഞ്ഞു. അതെന്താ, പിന്നെ ഇതൊരു ടോയ്ലറ്റാണ്. ചെറിയ ട്രെയിൻ കേട്ടോ. ട്രെയിനിൽ സോക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ, ചാർജ് അതുപോലെ ഹാങ്ങറില്ല, ബാഗൊക്കെ. ചെറിയ ട്രെയിനാണ്. ഒരു 4 hours ജേർണി ഉണ്ട്.
ദ മൈറ്റി ആസാം. 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ഒരു വലിയൊരു സംസ്ഥാനം. കേരളത്തിന് അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് നമ്മുടെ ആസാമിലും. പച്ച നിറത്തിൽ കാണുന്ന ചെറു ചെറു കുളങ്ങളും വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്ന നെൽപ്പാടങ്ങളും നമ്മുടെ യാത്രയെ ഗംഭീരമാക്കുന്നു. ആസാമിലെയും പ്രധാന ഭക്ഷണം നമ്മുടെ ചോറ് തന്നെയാണ്. മഴക്കാലത്ത് ഈ കാണുന്ന പ്രദേശമെല്ലാം വെള്ളത്തിനടിയിലായിരിക്കും. ചെറിയൊരു ഉറക്കത്തിന് ശേഷം പുറത്തോട്ട് വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ്. 5 മണിയായിട്ടുള്ള സമയം. ഇരുട്ടായി, കൂരിരുട്ട്. ഇന്നലെ കഴിച്ച ബായി വീട്ട് കജൂരി 8ന്റെ പണി വന്നു കേട്ടോ. ഒടുക്കം ഈ മരുന്നിലാണ് കൊണ്ട് അവസാനിപ്പിച്ചത്. ഫൈനലി വി റീച്ച് നാഗാലാൻഡ്. ഇനി ആ ഫെസ്റ്റിവൽ നടക്കുന്ന വില്ലേജിലോട്ട് പോകണമെങ്കിൽ ഇനിയും ബസ് സർവീസ് ഒന്നും ഇല്ല. അപ്പോൾ നാളെ കാലത്ത് പോകാന്നുള്ള പ്ലാനില്ല. ഇന്ന് എവിടെയെങ്കിലും ടെൻറ്റ് മിസ് ചെയ്തിട്ട് നാളെ കാലത്ത് ജസ്റ്റ് മാർക്കറ്റെല്ലാം മിസ് ചെയ്തിട്ട് ആ പോകാനുള്ള പ്ലാനില്ല. ഈ കാണുന്നതല്ല ആർമിയുടെ ബാഗാണ്. ദിമാപൂർ ഒരു ചെറിയ സ്റ്റേഷനാണ്. 4 പ്ലാറ്റ്ഫോമുള്ളൂ. വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര മോശം. ഗായ്സ്, അങ്ങനെ നമ്മൾ ടെൻറ്റ് പിച്ച് ചെയ്യുന്ന സ്ഥലം നോക്കി ഇറങ്ങി കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ നോക്കി, പക്ഷെ നമുക്ക് ബസ് ഇവിടെ കിട്ടി, പമ്പ് കിട്ടി. അടുത്തൊരു പമ്പ് ഉണ്ടായിരുന്നു, എന്താണ് ഒരു ഇന്ത്യൻ വല്ല പമ്പ്. സോ ജസ്റ്റ് ഒന്ന് ചോദിച്ചാ ടെൻറ്റ് അടിക്കാൻ പറ്റുമോന്ന്. പക്ഷെ അവർ പറഞ്ഞു അവിടെ മേലെ റൂമുണ്ട്, അവിടെ പോയി കിടന്ന തണുപ്പല്ലേ. എന്നാലും നല്ല നല്ല ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അടിപൊളിയാണ്. ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് മാറ്റ് മതിയോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നമ്മുടെ ലക്ഷ്യസ്ഥാനമായ നാഗാലാൻഡിലെത്തി. ഇനി നാളെ കാലത്ത് ബസ് ഓർ ഷെയർ ടാക്സി വിളിച്ച് കൊഹിമ പോകും. കൊഹിമ പോയിട്ട് അവിടെ നിന്നൊരു കിസാമ വില്ലേജ്, നമ്മുടെ ഈ ഫെസ്റ്റിവൽ നടക്കുന്നില്ലേ, ഹോൺബിൽ ഫെസ്റ്റിവൽ, അത് അവിടെ കേട്ടോ, കിസാമ വില്ലേജിൽ. സോ നാളെ തന്നെ റീച്ചാം. നാളെ കാലത്ത് അടുത്ത് കുറച്ച് മാർക്കറ്റ് ഉണ്ട്, അതായത് പട്ടി, പുഴു, പാറ്റ തിന്നുന്ന കുറച്ച് മാർക്കറ്റുകൾ. സോ അതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗായ്സ്. നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കമാണ്, അപ്പോൾ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. സോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.